ഹലോ ഗായ്സ്, കൊച്ചി രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂർ ജില്ലയിലെ സുപ്രധാന ചരിത്ര സ്മാരകമാണ്. ഈ കൊട്ടാരത്തിലെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രസിദ്ധമായ വടക്കുംനാഥൻ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം കേരള ഡച്ച് വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ്. ഇവിടെ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കളും പാത്രങ്ങളും ദൈവവിഗ്രഹങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പ്രവേശിക്കാനായി മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ് വരുന്നത്. ക്യാമറയിൽ ഫോട്ടോ എടുക്കാനായി എക്സ്ട്രാ നമ്മൾ 10 രൂപയും കൂടെ ചാർജ് ചെയ്യേണ്ടതായി വരുന്നു. കേരളത്തിൽ പഴയകാലത്ത് ഇതുപോലുള്ള പരമ്പരാഗത നിധിപ്പെട്ടികൾ നിർമ്മിച്ചിരുന്നത് തേക്ക്, ഈട്ടി, ചന്ദനം തുടങ്ങിയ ഉറപ്പേറിയ മരങ്ങൾ കൊണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ഭണ്ഡാരപ്പെട്ടി ഏറെ ശക്തിയേറിയതാണ്. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ദേവി വിഗ്രഹങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ നാണയങ്ങളുടെ ചരിത്രത്തിനും ആയിരത്താണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞുവരുന്നത്. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 1 അണ, 2 അണ, അരയണ പോലുള്ള നാണയങ്ങൾ ഇവിടെയുണ്ട്. പണ്ടുകാലത്തെ എഴുത്തുശൈലിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓലകളിലുള്ള എഴുത്തുശൈലിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൻ്റെ മുറ്റം വളരെ വലിപ്പമേറിയതാണ്. രാജാവ് ഉപയോഗിച്ചിരുന്ന രാജകീയ തലപ്പാവും രാജാവും രാജ്ഞിയും യാത്ര ചെയ്തിരുന്ന പല്ലക്കും വീട്ടുമുറ്റത്ത് തൂക്കിയിടുന്ന വലിയ തൂക്കുവിളക്കും നമുക്കിവിടെ കാണാം. ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചിരുന്ന ഈ മരക്കട്ടിൽ കൊച്ചി രാജ്യത്തിൻ്റെ നെയ്ത്തിയാരമ്മമാരിൽ ഒരാളായ എളമനക്കുഞ്ഞി പുരാവസ്തു വകുപ്പിന് സമ്മാനമായി നൽകിയതാണ്. പ്രകൃതിദത്തമായ ചായങ്ങൾ കൊണ്ട് അലങ്കാരപ്പണികൾ തീർത്തതാണ് ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചിരുന്ന ഈ മനോഹരമായ കട്ടിൽ. അംഗങ്ങൾക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും അവരുടെ പദവിയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരുന്നത്. വളരെ മനോഹരമായ പൂന്തോട്ടങ്ങൾക്ക് നടുവിലാണ് ശക്തൻ തമ്പുരാൻ്റെ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വളരെ വലിപ്പമേറിയ മുറ്റമാണ് ഈ കൊട്ടാരത്തിനുള്ളത്. ഘടനാപരമായി 2 ഭാഗങ്ങളായി തിരിക്കാവുന്ന കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള ഇരുനില കെട്ടിടം പാശ്ചാത്യ ശൈലിയിലും കിഴക്കുഭാഗത്തുള്ള ഒറ്റനില കെട്ടിടം പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യ ശൈലിയിലുമാണ് പണിതിരിക്കുന്നത്. പണ്ടുകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസുകളും പാത്രങ്ങളും കുപ്പികളും മഗ്ഗുകളുമെല്ലാം ഒരു പൊട്ടലുമില്ലാതെ ഇപ്പോഴും സൂക്ഷിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. വടക്കേച്ചിറയോട് ചേർന്ന 3 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സസ്യജാലങ്ങളാൽ സമ്പന്നമായ പൈതൃകോദ്യാനമാണ് കൊട്ടാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയായി കണക്കാക്കുന്നത്. കൊട്ടാരത്തിലെ മനോഹര കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായി അടുത്തുള്ളൊരു ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. അമ്മയും അച്ഛനും പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം തൃശ്ശൂർ ഗ്രൗണ്ടിൽ കുറച്ച് നേരം ഇരുന്നു എന്നിട്ട് ഉച്ച തിരിഞ്ഞപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങി നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ശക്തൻ തമ്പുരാൻ പാലസിൽ നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ശക്തൻ തമ്പുരാൻ പാലസിൽ പോയിരിക്കണം. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് അൻഷിക സൈനിങ് ഓഫ്.